ഇന്നത്തെ സ്ഥിതി ചുരത്തിൽ രാവിലെ കളക്ടറും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരൊക്കെ വന്നു. ഒരു ചെറിയ തീരുമാനത്തോടു കൂടാണ് ഇവിടെ പോയത്. 2 മണിക്ക് മീറ്റിംഗ് കൂടുമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അന്വേഷിച്ച് നോക്കുമ്പോൾ 2 മണിക്ക് കൂടാൻ കഴിഞ്ഞിട്ടില്ല, 4:30 മണിക്കാണ് കൂടിയത്. ഇപ്പോൾ പ്രധാനമായിട്ട് ചെറിയ വണ്ടിക്കാർ എന്നല്ല, ചെറിയ വണ്ടിക്കാരൊക്കെ പോക്ക് തുടങ്ങി. ഇപ്പോൾ ലോറികൾ മനിയാന്ന് വന്ന് നിൽക്കുന്ന ലോറികളുണ്ട് ഇവിടെ. അപ്പോൾ ഇന്നലെ രാത്രി ഇവിടെ ലോറി ഇല്ല എന്നാണ് പ്രത്യക്ഷത്തിൽ കണ്ടത്. പക്ഷേ ലോറിയൊക്കെ അപ്പുറത്തുണ്ടായിരുന്നു. ഏതായാലും 2-3 ദിവസത്തോളമായി ലോറിക്കാർ വളരെ ബുദ്ധിമുട്ടിലാണ് നിൽക്കുന്നത്. ഇപ്പോൾ പല ലോഡുകളും പെട്ടെന്ന് ഇറക്കാൻ പറ്റാത്ത ലോഡുകളുണ്ട്, ഇറക്കാൻ താമസിച്ചാൽ ബുദ്ധിമുട്ടാവുന്ന ലോഡുകളുണ്ട്. ഇതെല്ലാം ഒന്ന് റെഡി ആവണമെങ്കിൽ ഇപ്പോഴത്തെ മീറ്റിംഗ് കഴിഞ്ഞ് നല്ലൊരു തീരുമാനം ഉണ്ടാവുമെന്നുള്ള പ്രതീക്ഷയിലാണ് ലോറിക്കാരൊക്കെ നിൽക്കുന്നത്. ഞാൻ ഈ ലോറിൻ്റെ തലപ്പത്ത് പ്രവർത്തിക്കുന്ന ആളും കൂടിയാണ്. വേറെ ഉണ്ടെങ്കിലും ലോറിക്കാർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരാളും കൂടിയാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ ഇവിടെ വന്ന് നിങ്ങളായിട്ട് ഇപ്പോൾ സംസാരിക്കാനുണ്ടായ കാരണം. ഏതായാലും 1 മണിക്കൂറിനുള്ളിൽ എന്തെങ്കിലും തീരുമാനം കിട്ടും. ലോറിക്കാരൊക്കെ സമാധാനത്തിൽ നിൽക്കുകയാണ്. ഞാനും ഇവിടെ തന്നെ നിൽക്കുകയാണ്. ലോറിക്കാർ പോയിട്ടേ പോകുന്നുള്ളൂ എന്നാണ് പറഞ്ഞത്. ഇന്നലെ രാവിലെ 8:30 മുതൽ ഞങ്ങളിവിടെ ഉണ്ട്. നമുക്കിന്ന് ഉച്ചക്ക് ഭക്ഷണം പോലും കിട്ടിയിട്ടില്ല. നമ്മളെ അവസ്ഥ നോക്കി. ഞാൻ ലോറി ഓണർ കം ഡ്രൈവറാണ്. അദ്ദേഹത്തിന്റെ സംഘടനയിലെ ഒരു എക്സിക്യൂട്ടീവ് അംഗം കൂടിയാണ്. അപ്പോൾ നമ്മളെ കാര്യങ്ങൾ ആരായാൻ വേണ്ടി വന്നാണ്. നമ്മളെ ഇത്രയും വന്ന വണ്ടികളെ കടത്തിവിടാൻ വേണ്ടിയിട്ട് സമ്മർദ്ദം ചെലുത്തി റിക്വസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മുട്ടായിക്ക വന്നത്. അപ്പോൾ അതിൽ സന്തോഷം. നമ്മളെ വിടുന്ന് പ്രതീക്ഷിക്കുന്നു.